صل عليه وسلم. السلام عليكم ورحمة الله وبركاته. മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബിയും ഒരുമിച്ചുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. യാത്രക്ക് മുന്നോടിയായി നിങ്ങൾക്ക് എന്നോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാതെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസി ലക അംറാ. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്കതിന് സാധിക്കും. ഞാൻ നിങ്ങളുടെ കൽപ്പനക്കൊന്നും എതിര് പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു ഫഇനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റാ. ഞാൻ എന്തൊരു കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് വരെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാം അത് അംഗീകരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും യാത്ര പോവുകയാണ്. ഫൻതലഖാ, രണ്ടുപേരും സഞ്ചാരം തുടങ്ങി. ഹത്താ ഇദാ റകിബ ഫിസ്സഫീന, യാത്രക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു കപ്പൽ കാണുമ്പോൾ ആ കപ്പലിനെ സമീപിക്കുകയാണ്. അപ്പോൾ കപ്പിത്താനോട് ചോദിച്ചു, ഞങ്ങൾ രണ്ട് യാത്രക്കാരുണ്ട്, ഞങ്ങൾക്ക് യാത്ര പോകണം. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, അതെന്താ യാത്ര പോകാലോ, പക്ഷെ ഞങ്ങൾക്ക് കാശില്ല. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, കാശില്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാശില്ലാത്തവന് എന്താ ചെയ്യാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഒരു കപ്പലല്ലേ, അതിനൊരു അതോറിറ്റിയൊക്കെ ഉണ്ട്. നമ്മളിതിലെ ജീവനക്കാരനാണ്. അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങള് കാശൊന്നും ഇല്ലാത്ത സാധുക്കളല്ലേ, അപ്പോ നിങ്ങൾക്ക് പടച്ചോൻ പുറത്തുനിന്ന് കൂലി കിട്ടുന്നത്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഒന്നും ചിന്തിച്ചില്ല, എന്നാ കയറാൻ പറഞ്ഞു. അങ്ങനെ കപ്പൽ കയറി കപ്പൽ സഞ്ചാരം തുടങ്ങിയപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അടിയിൽ പോവാൻ പറഞ്ഞു. അങ്ങനെ കപ്പലിന്റെ മുകൾ ഭാഗത്താണ് കയറി വന്നത്. ഖിദർ നബി അലൈഹിസ്സലാം കപ്പലിന്റെ അടിയിലേക്ക് ഇറങ്ങി. മൂസാ നബി അലൈഹിസ്സലാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ സഞ്ചാരത്തിനിടയിൽ ഈ കപ്പൽ ഖിദർ നബി അലൈഹിസ്സലാം ഒരു ഓട്ടയാക്കി. കപ്പൽ ഓട്ടയാക്കി അതിന് വേറെ ഒരു മരപ്പോൾ വെച്ചിട്ട് അത് അടച്ചു. എങ്കിലും വെള്ളം അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഈ വിവരമൊന്നും കപ്പിത്താനോ മറ്റുള്ള യാത്രക്കാരോ അറിയുന്നില്ല. പിന്നെ വെള്ളം വരുന്നുണ്ട് എന്ന വിവരം കപ്പലിലെ കപ്പിത്താൻ അറിഞ്ഞപ്പോൾ കപ്പൽ സൈഡാക്കി. അപ്പോൾ അവർ രണ്ടുപേരും ആ കപ്പലിൽ നിന്ന് ഇറങ്ങി. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഫൻതലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീന. രണ്ടുപേരും അവർ യാത്ര ആരംഭിച്ചു. കപ്പലിൽ കയറിയപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം കപ്പലിനെ ഓട്ടയാക്കി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്തു, അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഇത ശൈഅൻ ഇംറാ. അല്ല, നിങ്ങളിപ്പോ എന്താ ചെയ്തത്? കപ്പൽ ഓട്ടയാക്കി. ഈ സാധുക്കളായ ആളുകളുടെ കപ്പൽ നമ്മളെ ഒരു പൈസയും തരാതെ ഈ കപ്പലിൽ കയറ്റി യാത്രക്ക് അനുവദിച്ചിട്ട് ഇപ്പൊ ഇവരുടെ കപ്പൽ ഓട്ടയാക്കി. എന്തോ ഒരു പ്രവൃത്തിയാണ്, വല്ലാത്ത മോശമായി പോയത് ചെയ്തതല്ലോ. ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ.
ലാ തുആഖിദ്നി, എന്നെ പിടികൂടരുത്, ബിമാ നസീതു, ഞാൻ മറഞ്ഞ് ചോദിച്ചതിൻ്റെ പേരിൽ. മറന്നാണ് ചോദിച്ചത്, നമ്മുടെ കരാറ് ഞാൻ മറന്നുപോയി. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, എനിക്ക് വന്ന ഈ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ മറന്നു ചെയ്തതല്ലേ, മറന്നു ചെയ്തതിൻ്റെ പേരിൽ നടപടി എടുക്കാൻ പാടില്ലല്ലോ. നിസ്കാരം ഉപേക്ഷിക്കാൻ 2 കാരണേ ആകെ ഇസ്ലാമിലുള്ളൂ. ഒന്ന് മറവിയാണ്, മറന്നുപോയി. സാധാരണ ദോറ് അസറൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു മരിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സഹകരിച്ചപ്പോൾ അന്നത്തെ ദോറ് മറന്നുപോയി. പിന്നെ അസർ കൊടുത്തപ്പെടാം, അല്ലോ എന്ന് ഞാൻ ദോറ് നിസ്കരിച്ചില്ലല്ലോ എന്ന് വന്നത്. അതൊരു കാരണമാണ്. 2ാമത്തെ കാരണമാണ് ഉറക്കം. 12 മണിക്ക് അങ്ങോട്ട് ഉറങ്ങിയതാ, പിന്നെ എണീറ്റ് 4 മണിക്ക്. അതിൻ്റെ ഇടയിൽ ദോറ് നിസ്കാരം കഴിഞ്ഞു പോയി. അത് ഒരു കുറ്റമല്ല, കാരണം തക്ലീഫില്ലല്ലോ ഉറങ്ങുന്ന ആൾക്ക്. ഇപ്പം ഇസ്ലാം അംഗീകരിക്കുന്ന 2 കാരണം ഈ മറവിയും ഈ ഉറക്കവും മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരു കാര്യം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നു ചെയ്തു പോയ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ പിടികൂടരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, ഞാനിപ്പോൾ പ്രയാസപ്പെട്ട് കഴിയുന്ന ഈ കാര്യത്തിൽ എന്നെ നിങ്ങൾ ദ്രോഹിക്കുകയും ചെയ്യരുത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു. ശരി, പാവല്ലേ, ഒരേട്ടം മാപ്പ് കൊടുക്കാം. ഫൻതലഖാ, അങ്ങനെ 2 പേരും പിന്നെയും സഞ്ചരിച്ചു. ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതലഹു ഖാല അഖതൽത നഫ്സൻ ദകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റാ. അങ്ങനെ കപ്പലിൽ നിന്ന് ഇറങ്ങി, കപ്പൽ സൈഡാക്കി, കാരണം കപ്പലിൽ വെള്ളം കയറി. കൂടുതൽ കയറിയെന്നല്ല, സുഷിരത്തിലൂടെ അല്പം ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ കപ്പിത്താൻ ഇത് കണ്ടു, ഇത് മുന്നോട്ട് പോകൂല എന്ന് പറഞ്ഞ് സൈഡാക്കി ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല, ഒരു മൈതാനിയിൽ കുറേ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം അതിന് സുമുഖനായ ഒരു ബാലനക്കുണ്ട്. ഖിദർ നബി അലൈഹിസ്സലാം ഓടി ചെന്നിട്ട് ആ കുട്ടിയെ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ശിരസിൽ നിന്ന് തല ഇങ്ങോട്ട് വേർപ്പെടുത്തി, ഉടലിൽ നിന്ന് ശിരസ് വേർപ്പെടുത്തി. എന്നിട്ട് കാല് പിടിച്ചിട്ട് പാറയിൽ ഒരൊറ്റ അടി. മൂസാ നബി അലൈഹിസ്സലാം ചെന്നപ്പോഴേക്ക് കഥയെല്ലാം കഴിഞ്ഞുപോയി, കുട്ടി മരണപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ആ രാജ്യത്തിൻ്റെ പ്രവാചകനാണ്. അധർമ്മത്തിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഖാല, മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ, അന്യായമായി നിങ്ങളൊരു കുട്ടിയെ കൊലപ്പെടുത്തുകയോ? എന്താണ് ഈ കാണുന്നത്? ഒരാൾ കൊന്നാൽ പകരം ഒരു കൊലയുണ്ട്, അതാണ് നഫ്സ്. ഇത് ബിഗൈരി നഫ്സിൻ, ഒരു അന്യായമായി ഒരു നല്ല കുട്ടിയെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ലഖദ് ജിഅത ശൈഅൻ നുക്റാ. ഇംറ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യം, നുക്റ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വെറുക്കപ്പെട്ട കാര്യം. ഒന്നുകൂടി ശക്തി കൂട്ടി, കാരണം 2ാമത്തെ പ്രവണതയാണ് ചെയ്യാൻ പാടില്ലാത്തത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടിയിൽ കാണുന്നത്. മഹാപാതകമായി പോയി നിങ്ങൾ ചെയ്തു പോയത്. കളിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ച് നിങ്ങൾ എന്തിനു കൊന്നു എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. ഖാല, അപ്പോഴും ഖിദർ നബി പറഞ്ഞു, അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? അലം അഖുൽ ലക, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, എന്നോടൊപ്പം ക്ഷമിച്ച് മുന്നേറാനും യാത്ര ചെയ്യാനും നിങ്ങൾക്ക് കഴിയില്ല. ഖാല, അപ്പോൾ പറഞ്ഞു, ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ ഫലാ തുസാഹിബ്നി, ഒരു വട്ടം കൂടി എനിക്ക് മാപ്പ് തരണം. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ, ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ, ഇതിനു ശേഷം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഫലാ തുസാഹിബ്നി, നിങ്ങൾ എന്നെ സഹയാത്രികനാക്കരുത്. അത് ബലഗത മിൻ ലദുന്നി അജ്റാ, ഇനി ഒന്നുകൂടി ചെയ്താൽ നിങ്ങളും ഞാനും വേർപിരിയാനുള്ള കാരണം നിങ്ങൾക്ക് കിട്ടിയല്ലോ, എന്തിനാ പിന്നെ? അതുകൊണ്ട് ഒരൊറ്റ ചാൻസ് കൂടി എനിക്ക് തരണം എന്നാണ്.
ശരി. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا. അങ്ങനെ ആ കുട്ടിയൊക്കെ കൊലപ്പെടുത്തി എങ്ങനെ സഹിക്കും പഠിക്കാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഏതായാലും മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹു തആല പറഞ്ഞതല്ലേ ഒരു ശേഖനെ കാണാൻ പോകാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള യാത്രയാണിത്. എന്നേക്കാൾ വലിയ വിവരമുള്ള ഒരാളുണ്ട് എന്ന സ്ഥലത്ത് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി പോവല്ല, അത് കിട്ടാൻ വേണ്ടി പോവുകയാണല്ലോ. ശേഖനെ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന്റെ അരികിൽ ലദുന്നിയായ ഇൽമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. അങ്ങനെ യാത്ര പോകുമ്പോൾ അന്ത്വാഖിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഒരു നാട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്പം വെള്ളം വേണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾ യാത്രക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, യാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന മുസാഫിർ ഖാനല്ല ഇത്. ഒരു യാത്രക്കാരൊരു യാചകരായ ആള് യാചിക്കുമ്പോൾ അതിന് ഒരു സ്റ്റൈലുണ്ടല്ലോ. ആ യാചന കാണുമ്പോൾ ആൾക്കാർ വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. പക്ഷെ ഇവർ അങ്ങനെ ഒരു യാചകരുടെ സ്വഭാവത്തിലുമല്ല ചോദിക്കുന്നത്. ഒരു VIP വന്നിട്ട് അല്പം വെള്ളവും ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് അതൊരു സുഖം കിട്ടൂല. അതുകൊണ്ട് അവരുടെ ചോദ്യം കണ്ടപ്പോൾ വെള്ളവും ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ പോകുന്ന ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റിയ മുസാഫിർ ഖാനയല്ല ഇതെന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിട്ടു. അപ്പോൾ അവർ തിരിച്ചു വന്നു. ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞങ്ങൾ വരും. തിരിച്ചു വന്നപ്പോഴോ ഭയങ്കര വിശപ്പാണ്. മൂസാ നബി അലൈഹി സ്വലാം നിൽക്കാൻ വയ്യ. മഹാനവറുകൾ എന്താ കഴിക്കുന്നതെന്ന് അറിയില്ല. ഏതായിരുന്നാലും തിരിച്ചു വന്നപ്പോ ആ വീടിന്റെ മുമ്പിലുണ്ട് ഒരു മതിൽ. വീടിന്റെ മുമ്പിൽ ഒരു മതിൽ എത്തി കാണാൻ കഴിഞ്ഞു. ആ മതിലിങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, മൂസ മുണ്ട് മാറ്റിക്കോളി, നമുക്ക് ഈ മതിലൊന്ന് നേരെയാക്കണം എന്ന് പറഞ്ഞു. ഈ മതിൽ ചെരിഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് ഇതൊന്ന് ശരിപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ച് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മതിൽ പണി എടുക്കാൻ. കണ്ടോ, എന്തെങ്കിലും കാണുമ്പോൾ ഓർഡർ പ്രഖ്യാപിക്കുകയല്ല, ഒരു പ്രവാചകനാണ്, രണ്ടുപേരും നബിയാണ്. ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ അതൊരു ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെയാവട്ടെ എന്ന് പറഞ്ഞ് ദുഹർന്ന് പോവുകയല്ല. അവിടെ മുണ്ടും മാറ്റി മതിൽ പണി എടുക്കാൻ പോവാ. ഈ ചെരിഞ്ഞു നിൽക്കുന്ന മതിലെല്ലാം കല്ലുകളെല്ലാം എടുത്തിട്ടിട്ട് അടി മുതൽക്ക് പണി തുടങ്ങി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച ഒരു വാക്കുണ്ട്, ഇത് ഓരോട് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ചെയ്യണമെങ്കിൽ വേതനം കിട്ടൂലായിരുന്നു, കൂലി വാങ്ങിക്കൂടായിരുന്നു. നമുക്ക് ആ കൂലി മതിയല്ലോ ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ എന്താ അവരോടൊന്നും മുഷാവറ ചെയ്യാതെ ഒരു വീട്ടിൽ ചെന്നിട്ട് വെള്ളവും ഭക്ഷണം ചോദിച്ച് നമുക്കൊരു വെള്ളവും ഭക്ഷണവും തരാത്ത ഈ വീട്ടുകാരുടെ മതിൽ നന്നാക്കി കൊടുക്കാൻ എന്തിൻ്റെ സുഖക്കേടാണ് എന്നൊക്കെ ചോദിച്ചു. മൂസാ നബി അലൈഹി സ്വലാം ഖിദർ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഇതും കൂടി ചോദിച്ചപ്പോൾ ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, നമ്മൾ തമ്മിൽ വേർപിരിയാൻ സമയമായിരുന്നു. ഗുരുവും ശിഷ്യവും തമ്മിൽ ഒക്കൂല. ഞാൻ പറഞ്ഞൊന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമില്ല, നിങ്ങൾക്കാണെങ്കിലോ സഹിക്കാൻ പറ്റുന്നുമില്ല. ഇതിൻ്റെ വിവരങ്ങൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ മുന്നോട്ട് പോരാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ പിരിയാം, സലാം പറയാൻ ടൈമായി എന്നറിയാം. ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കിനി നിങ്ങളോടൊന്നും പറയാനില്ല, കാരണം എനിക്ക് ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് മറുപടി അറിയാനേ സമയമുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കിനി മുന്നോട്ട് പോകണ്ട. ഈ ചെയ്ത കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം, ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ആശങ്കയാണ്. ഞാൻ പഠിച്ച ദീനനുസരിച്ച് നിങ്ങൾ ചെയ്തതെല്ലാം അക്രമവും മഹാക്രമവുമാണ്, പരാക്രമവുമാണ്. കാരണം സാധുക്കളായ വേതനം ചോദിക്കാതെ കൂലി ചോദിക്കാതെ കപ്പലിൽ കയറ്റിയ ഒരു ജീവനക്കാരുടെ കപ്പൽ നിങ്ങൾ ഓട്ടയാക്കി. നടന്നു വരുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളിൽ ഒരു കുട്ടിയെ പിടിച്ച് നിങ്ങൾ കൊന്നു.
ഇപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് വെള്ളവും ഭക്ഷണം ചോദിച്ചപ്പോൾ അവരത് തരൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോൾ ഓല മതിൽപ്പണി നടത്താൻ എന്തൊന്നില്ലാത്ത ഒരു വ്യഗ്രത. എന്താണ് ഈ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വിവരണങ്ങൾ നൽകാൻ പറഞ്ഞു. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. ശരി, ഇരുന്നോളി, എല്ലാത്തിൻ്റെയും വിവരണം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് അതിൻ്റെ വിവരണം കൊടുക്കുന്നതാണ് നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ മഹത്തായ ഖുർആനിൻ്റെ ഈ മത പഠന ക്ലാസിൻ്റെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ തഖ്വയിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ കൂടുതൽ അനുഗ്രഹം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും അർഹിക്കുന്ന ബഹുമാനത്തോടെ യാത്രയാക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.